വെൽക്കം everyone. ഇത് LG 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ സൗണ്ട് ഇല്ല, അത് മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ വോളിയം താനെ കൂടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിലുള്ള കംപ്ലയിൻറ്റ്. രണ്ട് സൈഡും കൂടെ രണ്ട് 4 സ്പീക്കറുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് മീറ്റർ ബസറിലോട്ടാക്കിയിട്ട് ചെക്ക് ചെയ്യാണ്. ഇവിടെ ഈ സ്പീക്കർ ചെക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ബസർ കേൾക്കുന്നുണ്ട്. ബസർ കേട്ടാൽ അതിനർത്ഥം സ്പീക്കർ നല്ലതാണ്. അപ്പുറത്തെ സൈഡുള്ള സ്പീക്കർ ഇതാ ചെക്ക് ചെയ്യുമ്പോൾ ബസർ കേൾക്കുന്നില്ല, അതിനർത്ഥം ആ സ്പീക്കർ കംപ്ലൈൻ്റ് ആണ്. അതിൻ്റെ മുകളിലുള്ള സ്പീക്കറും കൂടെ ഇതാ ചെക്ക് ചെയ്യുന്നുണ്ട്, അതും ബസർ കേൾക്കുന്നില്ല, അതിനർത്ഥം സ്പീക്കർ കംപ്ലൈൻ്റ് ആണ്. ഡ്രൈ സോൾഡർ ചെയ്യണം ബോർഡിൽ, കാരണം നല്ല ഡ്രൈ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും വോളിയം ഇങ്ങനെ കൂടുന്നത്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ വേറെ 2 സ്പീക്കർ എടുത്ത് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ബസർ കേൾക്കുന്നുണ്ട്, ഇതും ബസർ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെക്ക് ചെയ്ത് 2 സ്പീക്കർ എടുത്ത് ടി വിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പോയതിനെ ഇളക്കി കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതാ മെയിൻ IC ഈ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡറിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആയതുകൊണ്ടായിരിക്കാം ഈ വോളിയം ഇങ്ങനെ കയറി കൂടുന്നത്, ആ ഡിസ്പ്ലേ വന്നിട്ട്. അതങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇനി സൗണ്ട് വന്നിട്ടുണ്ടോ എന്ന് ഓൺ ചെയ്ത് നോക്കണം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഞാൻ 1-2 വീഡിയോ കാണിച്ചിട്ടില്ല. അത് ബോർഡിലും ബേസ് ബോർഡിലും 1-2 കപ്പാസിറ്റർ ബൾജായി നിൽപ്പുണ്ടായിരുന്നു, 250 വോൾട്ട് 4.7 MFൻ്റെ. അപ്പോൾ അതും വേറെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ആ വോളിയം കൂടുന്ന പ്രശ്നം മാറിയിട്ടുണ്ട്, പക്ഷേ എന്നിട്ടും സൗണ്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അപ്പോൾ ഇനി എന്താണ്, സൗണ്ട് ബോർഡിൽ കട്ടായി കാണും, അത് നോക്കണം. ഇപ്പോൾ സ്പീക്കറിൻ്റെ പ്രശ്നമല്ലായിരുന്നു, അപ്പോൾ ബോർഡിലും പ്രശ്നമുണ്ട്. ഇപ്പോൾ ബോർഡിൽ മ്യൂട്ടിംഗ് ട്രാൻസിസ്റ്റർ ഉണ്ട് 2. ഒരു മ്യൂട്ടിംഗ് ട്രാൻസിസ്റ്റർ ഊരി എടുക്കുക, എന്നിട്ട് മറ്റേ മ്യൂട്ടിംഗ് ട്രാൻസിസ്റ്റർ, ഓക്കെ 2 മ്യൂട്ടിംഗ് ട്രാൻസിസ്റ്ററാണ് പറഞ്ഞത്, ഒരെണ്ണത്തിനെ ഊരി എടുത്തിട്ട് ഒരെണ്ണത്തിൻ്റെ 2 കാല് ഡീസോൾഡർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതി എനിക്കറിയാം, അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ ഇതിൽ വേറെ വല്ല ട്രിക്കും കാണും, പറയുന്നവരെ അങ്ങനെ ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരെണ്ണം ഊരി എടുത്തിട്ട് ഒരെണ്ണത്തിൻ്റെ 2 കാല് ഡീസോൾഡർ ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ബോർഡിലും കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ സ്പീക്കറും അടിച്ച് പോയിട്ടുണ്ടായിരുന്നു. 2 സ്പീക്കറാണ് പോയിരുന്നത്, 2 മാറ്റിയിട്ടും സൗണ്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ മ്യൂട്ടിംഗ് ട്രാൻസിസ്റ്റർ ഊരി വിടുന്നത്. LGയിൽ കൂടുതൽ സൗണ്ട് വരാത്ത ഈ മ്യൂട്ടിംഗ് ട്രാൻസിസ്റ്ററിൻ്റെ പ്രശ്നം കൊണ്ടാണ്. കാരണം ഒരുപാട് TV ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അതാ TV ഓൺ ചെയ്തിട്ടുണ്ട്, ആ മ്യൂട്ടിംഗ് ട്രാൻസിസ്റ്റർ ഒരെണ്ണം ഊരി എടുത്തിട്ടുണ്ട്, ഒരെണ്ണത്തിൻ്റെ കാല് 2 ഇളക്കി വിട്ടിട്ടുണ്ട്. ഇനി സൗണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഫൈനലി സൗണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലയിൻറ്റ്സ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ മ്യൂട്ടിംഗ് ട്രാൻസിസ്റ്റർ ആയിരുന്നു കംപ്ലയിൻറ്റ്.